ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഗ്യ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയത്ത് നമുക്കിന്ന് അത്തം ദിന വ്ളോഗാട്ടത്. അപ്പോൾ രാവിലെ 4:30 ആയിട്ടുള്ളൂ. എനിക്ക് പെരും പനിയാണ്. പനിച്ചിട്ട് രാവിലെയൊക്കെ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശ്വാസം മുട്ടിയിട്ട് വയ്യ, മൂക്കടഞ്ഞിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ 4:30 ആയപ്പോൾ ചെക്കന് എണീച്ചു. അപ്പോൾ ഞാൻ വേഗം ആ സമയത്ത് ആവി പിടിക്കാം കേട്ടോ. അങ്ങനെ ആവി പിടിക്കുമ്പോൾ ഭയങ്കര സുഖമല്ലേ. അപ്പോൾ എന്നെ സിട്ടാണെങ്കിൽ വെറുതെ ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ട് കേട്ടോ, അത്രയും ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ പിന്നെ കണ്ടോ ചുറ്റുപാട് കണ്ടോ, ഭയങ്കര ഇരുട്ടാണ്. നമ്മളെ വീടിൻ്റെ അടുത്ത് 2-3 ആൾക്കാരൊക്കെ എണീച്ചിട്ടുള്ളൂ. ബാക്കി നല്ല ഉറക്കം. ഞാൻ പിന്നെ കിടക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ പിന്നെ വേഗം പോയി അടുക്കള പണിയൊക്കെ നിർത്തി ചായൻ്റെ കടി പുട്ടുണ്ടാക്കിയിരുന്നു. പുട്ടിൻ്റെ കടല കറി ഉണ്ടാക്കി, പിന്നെ ചോറ് കറി അതുപോലെ അകൊക്കെ അടിച്ചേരി തുടച്ചു, തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു. മക്കളെ എണീപ്പിച്ചു. കാശിക്കുട്ടിന് ഭക്ഷണം കൊടുത്തു. ഓനെ മീര് കഴുകി ഉറക്കിയോ മീൻ എണീച്ചു. അവരെ കണ്ടില്ലേ, അവരൊക്കെ എണീപ്പിച്ചിട്ടോ. എണീപ്പിച്ച് അവരൊക്കെ കൂലിയൊക്കെ കഴിഞ്ഞാണ്ടേ ഞാനും കുടിച്ചിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂവ് ഇടട്ടെ. അപ്പോൾ പൂവ് ഇന്നലെ ചിത്തായിട്ട് മല്ലികയും ഈ 2 സൈസ് മല്ലിക ചമ്മന്തി കൊണ്ടുവന്നു കേട്ടോ. ബാക്കി ഞങ്ങൾ തെച്ചൊക്കെ വീടിൻ്റെ അടുത്ത് പറിച്ചു. അപ്പം വെറുതെ ഞങ്ങൾ ഇപ്രാവശ്യം മുറ്റത്തല്ലിട്ട് പൂവുണ്ട്. നമുക്ക് പൂവിനൊക്കെ അപൂർവമായിട്ടൊക്കെ അവസരം വരുന്നത്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് അങ്ങനെയാണ്, പൂവ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ കഴിയണേയില്ല. ജനലുണ്ടായ മരണം ഉണ്ടാവും, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഓണം എന്ന് പറഞ്ഞാൽ കുട്ടികളാഘോഷമല്ലേ അല്ലേ. നമുക്ക് വലിയവർക്കൊക്കെ അത് മനസ്സിലായ കൂടി കുട്ടികൾക്ക് ഈ ഓണം എന്ന് വെച്ചാൽ ഒരു ആഘോഷം തന്നെയാണല്ലോ. പിന്നെ സൗണ്ടൊക്കെ വല്ലതും പോയിട്ടിരിക്കാൻ കേട്ടോ. തീരെ വയ്യ, തൊണ്ടവേദനയും സൗണ്ടും ഇല്ല, ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്തായാലും. അപ്പോൾ കണ്ടു ഞാനേ വെറുതെ ഒരു എന്താ പറയുക ഔട്ട്ലേ വരയ്ക്കാം കേട്ടോ. പൂവിടാനുള്ള സിമ്പിൾ പൂവാട്ടോ. കാരണം നമുക്ക് ഒരുപാട് പൂക്കളൊന്നും അവൈലബിൾ അല്ല. പിന്നെ എന്താ വെച്ചാൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടികളെ വെച്ച് ഇടാൻ കഴിയില്ല. ഇതിപ്പോൾ ശ്രീൻ്റെയും ചാരുമോൾക്കും സായുവിൻ്റെ ഒക്കെ ഒരു ആഗ്രഹം കൊണ്ട് ഇതിപ്പോൾ ഒരു പൂവിടാന്ന് ഉള്ളതിൽ വന്നാട്ടോ. പിന്നെ ഒരു പൂവിട്ടത് ഞാൻ വിചാരിച്ചു. വെറുതെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കട്ടോ. അപ്പോൾ കൊണ്ടത് പിച്ചി ഞങ്ങൾ രാത്രി ഒന്നും റെഡിയാക്കിയിരുന്നില്ല. കാരണം രാത്രി നമുക്ക് വയ്യ, പനിയാണ്. പനി രാത്രി ആകുമ്പോൾ അധികമല്ല നമുക്ക്. അപ്പോൾ നടുക്കൻ ഞങ്ങൾ ഇങ്ങനെ വരച്ചു. ഇതിന് ചുറ്റും തെച്ചിട്ടു. അങ്ങനെയൊക്കെ ഞാൻ നമുക്ക് അത്തത്തിന് 1 വട്ടം, ചിത്തിരാകുമ്പോൾ 2 വട്ടം, അങ്ങനെയാണല്ലോ പറയുക. അങ്ങനെയാണ് പൂവിടൻ്റെ ഒരു സാധാരണ ഒരു ക്രമം എന്ന് പറഞ്ഞത്. അവസാനം തിരുവോണമായ ദിവസം 10 വട്ടം, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പണ്ട് മുതൽ ഇട്ട് പോകുന്നുണ്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വട്ടം വരച്ചിട്ടുണ്ട്. നാളെ 2 വട്ടം വരയ്ക്കും വിചാരിക്കും. പക്ഷെ 2 വട്ടം ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ നമുക്ക് പൂവെല്ലാം കിട്ടുള്ളൂ. വരയ്ക്കാനോ ഇതളുകൾ വരച്ച് പരിപാടി വട്ടം തീരുമല്ലോ. അപ്പോൾ കണ്ടോ മത്സരമാണ് കേട്ടോ. മത്സരം എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും കൂടി ആകെ അടിൻ്റെ അച്ഛൻ്റെ ഓടക്കൂടാൻ കൂടി ഇത് കണ്ടോ കൂടുതലേക്ക് കുറച്ചാണ് അങ്ങനെ പറഞ്ഞ് തമ്മിലൊരു അടി. ഇടയിൽ കാശുകുട്ടനും ഉണ്ട്. ഓൻ തന്നെ ഇവർ ഒഴിവാക്കളെ പൂക്കളൊക്കെ ഓൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓനും വേണം ശ്രദ്ധിക്കുക. ചിലപ്പോൾ വായൊക്കെ ഇട്ടെങ്ങാൻ നന്നാക്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ മതിയാവില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് പൂവിലൊക്കെ ഭയങ്കര ടാസ്ക് എടുത്ത് നല്ല എൻജോയ് ചെയ്തിട്ടത്. ഇനിയിപ്പോൾ ഈ തിരുവോണം വരെ നമ്മൾ കൂടുള്ളൂ അല്ലേ. ചിലപ്പോൾ അതിൻ്റെ മകം വരെ കിടും. പക്ഷെ ഞങ്ങൾ ഇടില്ല കേട്ടോ, ഇടുന്നവരുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ കുട്ടിക്ക് സങ്കടം വരിക. അവിടെ ശ്രീകുട്ടി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓൺ വിചാരം ഇതൊക്കെ ഓൺ വോയിസ് കൊടുക്കുന്നതാണ്. അല്ല, ഓൺ വോയിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്പോട്ടിൽ വോയിസ് കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മളടുത്ത് ഒരു മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വോയിസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കേൾക്കൂല. കേട്ടാൽ തന്നെ ചുറ്റുപാടുള്ള ശബ്ദങ്ങൾ കൂടി കൂടുമ്പോഴേക്കും ആകെ പരപരയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ആണ് തെച്ചിട്ട് ശേഷം ചുറ്റി വെള്ള പൂക്കളുണ്ട്. അതുമ്പോൾ നന്ദിയാർവട്ടല്ലേ, അതിൻ്റെ ഒരു അതന്നെയാണത്. പക്ഷെ അത്ര വലുപ്പമല്ലട്ടെ പൂവ്, നല്ല ഭംഗിയത് കാണാൻ. അപ്പോൾ അത് ചുറ്റിട്ടെടുത്തിട്ടോ. അപ്പോൾ കണ്ടോ കാശിക്കുട്ടിൻ്റെ ഇടയിൽ കൂടെ പൂക്കും രുചിച്ച് നോക്കി നോക്കുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടപ്പോൾ ഓനക്കും തന്നെ എന്തൊരു പരിപാടി വിചാരിച്ചിട്ട് ആദ്യമായിട്ട് കണ്ടു. കാശിക്കുട്ടിൻ്റെ ആദ്യത്തെ ഓണം കേട്ടത്. ഓണം കഴിഞ്ഞിട്ടാണ് കാശിക്കുട്ടിൻ്റെ ബർത്ത്ഡേ വരുന്നത്. അവന് തിരുവോണത്തിന് അന്ന് തന്നെയാണ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിയും വരുന്നത്. അപ്പോൾ നല്ല ആഘോഷം ഇപ്രാവശ്യം ഒരുമിച്ചാണ്. നമ്മളൊന്നും ആഘോഷിക്കൊന്നുമില്ല കേട്ടോ. കാരണം ജിത്തനോട് എന്ത് ആഘോഷിക്കല്ലേ പറയുമ്പോൾ പറയാം, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്നും ആഘോഷമാണ്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഒരു ആഘോഷമില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ് ജിത്തറിന്. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യത്തെ കാര്യങ്ങളൊന്നും ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നില്ല. കാരണം കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാണ്.
എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് വേണമെന്നൊന്നുമില്ലല്ലോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ, അങ്ങനെയാണ് ചൊല്ല്. അപ്പോൾ ഒരു അസുഖം കാര്യങ്ങളില്ലാതെ പോട്ടെ അത്ര വിചാരിക്കുന്നുള്ളൂ. അതായത് ഒരുപാട് സാധനങ്ങളോ ഡ്രസ്സോ സമ്പന്നത ഒന്നും വേണമെന്നില്ല, അസുഖങ്ങളും കാര്യങ്ങളും ഇല്ലാതെ പോട്ടെ അത്ര തന്നെ. കാണും വിറ്റ് ഓണം ഉണ്ടെന്ന് പഴമക്കാർ പറയലുണ്ട് അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിമുട്ടിലും നമുക്ക് ഓണം ആഘോഷിക്കാം എന്നുള്ള അങ്ങനെയുള്ള ആ ചൊല്ലൊക്കെ വന്നിട്ടുണ്ടാവുക. ഇപ്പൊക്കെ അങ്ങനെയല്ല, ഉണ്ടെങ്കിൽ ആഘോഷിക്കുക, അല്ലെങ്കിൽ വേണ്ട, അത്രയൊക്കെ തന്നെ. കാരണം കുട്ടികൾക്ക് എന്നും ആഘോഷമാണ്, എന്നും നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്, എന്നും ഓരോ അവശ്യ വസ്തുക്കളൊക്കെ ലഭ്യമാവണം അല്ലേ. അങ്ങനെയാണല്ലോ, പിന്നെ അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ പണ്ടൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ പ്രായത്തിൽ, അതായത് എൻ്റെ ഒരു ജനറേഷൻ എന്നും നല്ല ജീവിതം നയിച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിൻ്റെയൊക്കെ ഒരു അനുഭവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓണത്തിനെങ്കിലും ഒരു ഉടുപ്പ് കിട്ടും, 50 റുപ്യേൻ്റെ ഉടുപ്പ്. അതുവരെ ആ കൊല്ലവിന് ഉടുപ്പില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഓരോ ഫംഗ്ഷനും ഉടുപ്പ് തന്നെയല്ലേ. അതുകൊണ്ട് അവർക്ക് ഈ ഓണം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഇത് ഹരം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആഘോഷം അവർക്ക് അത്ര എന്താ പറയുക, അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. എങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, ചിലപ്പോൾ അങ്ങനെയാവാം. അല്ലെങ്കിൽ ഒത്തുകൂടലുകൾ ഇഷ്ടപ്പെടുന്ന മക്കളാണെങ്കിൽ ചിലപ്പോൾ ആകെ ആഘോഷിച്ചെന്ന് വരും. ഓണത്തിനൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് പോയും ഒരുപാട് റിലേറ്റീവ് കൂട്ടം കൂടി വരുന്നൊക്കെ രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ഓണവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടോ, ഓണവിശേഷങ്ങൾ അത്തം വിശേഷങ്ങൾ അവിടെ പോയിട്ടു. അപ്പോൾ അത്തൊന്ന് കൂടെ എഴുതുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതൊക്കെ വെറുതെയാണ്, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഇത് ഒരു 5 മിനിറ്റിന് സായിട്ട് തന്നെ ഇത് വാരി എറിയും. നമ്മൾ കാശിക്കുട്ടിന് കണ്ടേ മൂക്കൊലിക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട്, അതുപോലെ മേലൊക്കെ കഴിക്കില്ല ഞാൻ. ഈ ഒരു വീഡിയോ ഒക്കെ അത് ശ്രീകുട്ടി ചാരുമോളട്ടോ, അതാണ് ആകെ പരക്കെ. പിന്നെ ഒരു എടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കളയാൻ തോന്നൂല. എന്താ വെച്ചാൽ അത് എന്തൊക്കെ വീഡിയോ അല്ല വേണ്ട, മോശമായിട്ടല്ല കേട്ടോ, അമ്മേനെ കാണിച്ചതും കുട്ടികളെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ എടുത്താലും ഒരു കുട്ടികളെടുത്ത വീഡിയോ പിന്നെ കളയാൻ തോന്നൂല. അപ്പം അതിനകത്തിൽ ചേർക്കലുണ്ട്. പിന്നെ പോയിട്ടു. ഇനി ഇവർക്ക് അംഗൻവാടിക്ക് പറഞ്ഞേക്കൊണ്ട് ചായ കൊടുക്കാട്ടോ. ഞാൻ പറഞ്ഞ കുട്ടും കടലൊക്കെ ഉണ്ടാക്കി ഒരാൾ തന്നെയാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ടോ, തുടക്കം കഴിഞ്ഞിട്ടോ. ഇനി വീണ്ടും ഇതൊക്കെ റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കുട്ടൊക്കെ തിന്നുണ്ട് സായിട്ടിനൊക്കെ. അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങൾ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ എൻ്റെ പണികളൊന്നും അതിൽ കാണിച്ചിട്ടില്ല. എന്നിപ്പോൾ ഒരേമാതിരി പണികൾ കണ്ട എന്താല്ലേ. പിന്നെ ഒന്ന് ക്യാമറ കൊണ്ടു നടക്കാൻ നേരണ്ടായിരുന്നില്ല, അപ്പം പെട്ടെന്ന് തീർക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിക്കട്ടെ. നിങ്ങളെല്ലാവരും ചായ കുടിച്ച് സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.